ഹായ് മക്കളെ, ഇനി നമുക്ക് 30ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കഷനിലേക്ക് കടക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി റിലേഷൻ ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ റിലേഷൻ ഫംഗ്ഷനും സെറ്റ്സും ഒക്കെ കമ്പൈൻ ചെയ്ത ഒരു ചാപ്റ്റർ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞ കാര്യം എന്താ? എ ആരാ? എ ഈസ് 1 2 3 etc 20. ഓക്കെ, എ ആരാ? 1 2 3 etc എവിടെ വരും? 20 വരെ വരും. അതാണ് എ. പിന്നെ ആരാ? R1 ഈസ് എ ബി സച്ച് ദാറ്റ് സെറ്റ് ഓഫ് എ ബി അല്ലെങ്കിൽ ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് ബി ഈസ് ഡിവിസിബിൾ ബൈ എ. ബി ഈസ് ഡിവിസിബിൾ ബൈ എ. അങ്ങനെയെങ്കിൽ R1 എന്താ വരിക? R1 എന്താന്ന് പറഞ്ഞത് സെറ്റ് ഓഫ് എ ബി ആണ്. ആ സെറ്റ് ഓഫ് എ ബിയുടെ പ്രത്യേകത എന്താണ്? ബി ഈസ് ഡിവിസിബിൾ ബൈ എ ആവണം. ബി ഡിവിസിബിൾ ബൈ എ ആവണമെങ്കിൽ എയും ബിയും ഇതിലെ മെമ്പേഴ്സ് ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ എങ്ങനെയൊക്കെ ഏതൊക്കെ എലമെന്റ് ആണ് അവിടെ പോസിബിൾ ആയത്? 1 1 പറ്റൂലേ? 1 ഡിവിസിബിൾ ബൈ 1 അല്ലേ? ദെൻ 1 2 പറ്റൂലേ? 2 ഡിവിസിബിൾ ബൈ 1 അല്ലേ? ആണ്. 1 3 പറ്റും, 3 ഡിവിസിബിൾ ബൈ 1 ആണ്. 1 4 പറ്റും. അങ്ങനെ എവിടെ വരെ പറ്റും? 120 വരെ പറ്റൂല. കാരണം എന്താ? 20 ഡിവിസിബിൾ ബൈ 1 അല്ലേ? അത് പറ്റും. അതേപോലെയാണ് അഗെയിൻ 2 1 പറ്റോ? 1 ഡിവിസിബിൾ ബൈ 2 അല്ലല്ലോ. 2 കൊണ്ട് എന്താ 1 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് പറ്റുമോ? പറ്റൂല. അപ്പൊ എന്താ ചെയ്യുക? 2 2 പറ്റും. 2 ഡിവിസിബിൾ ബൈ 2 ആണ്. ദെൻ 4 ഡിവിസിബിൾ ബൈ 2 ആണ്. 6 ഡിവിസിബിൾ ബൈ 2 ആണ്. 8 ഡിവിസിബിൾ ബൈ 2 ആണ്. അവസാനം എന്താണ്? 20 ഡിവിസിബിൾ ബൈ 20 ആണ്. 2 ഡിവിസിബിൾ ബൈ 20 ആണ്. സോ 20 ഡിവിസിബിൾ ബൈ 2 ആണ്. ദെൻ അടുത്ത 3 ഡിവിസിബിൾ ബൈ 3 ആണ്. 3 ഡിവിസിബിൾ ബൈ 6 ആണ്. ദെൻ 3 ഡിവിസിബിൾ ബൈ 9 ആണ്. 3 ഡിവിസിബിൾ ബൈ 12 ആണ്. ദെൻ 3 ഡിവിസിബിൾ ബൈ 15 ആണ്. ഇതിങ്ങനെ എല്ലാം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 18 ആണ്. അതും പറ്റും അല്ലെ? 4 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതോ 4 ഡിവിസിബിൾ ബൈ 4 ആണ്. ദെൻ 4 ഡിവിസിബിൾ ബൈ 8 ആണ്. സോറി, ഇത് തിരിച്ചാട്ടോ. 4 ഡിവിസിബിൾ ബൈ 4 ആണ്. 8 ഡിവിസിബിൾ ബൈ 4 ആണ്. ദെൻ 12 ഡിവിസിബിൾ ബൈ 4 ആണ്. 16 ഡിവിസിബിൾ ബൈ 4 ആണ്. 20 ഡിവിസിബിൾ ബൈ 4 ആണ് അല്ലെ? അടുത്ത കേസോ 5 ഡിവിസിബിൾ ബൈ 5 ആണ്. 10 ഡിവിസിബിൾ ബൈ 5 ആണ്. 15 ഡിവിസിബിൾ ബൈ 5 ആണ്. 20 ഡിവിസിബിൾ ബൈ 5 ആണ്. അതും പറ്റും റിലേഷനിൽ. ഓക്കെ, 6 സ്റ്റാർട്ട് ചെയ്യുന്നോ 6 ഡിവിസിബിൾ ബൈ 6 ആണ്. 12 ഡിവിസിബിൾ ബൈ 6 ആണ്. 18 ഡിവിസിബിൾ ബൈ 6 ആണ്. ഇനി ഉണ്ടോ? ഇല്ല അല്ലെ? ദെൻ 7 ഡിവിസിബിൾ ബൈ 7 ആണ്. 7 ഡിവിസിബിൾ ബൈ 14 ആണ്. ഇനി ഉണ്ടോ? ഇല്ല. ദെൻ 8 ഡിവിസിബിൾ ബൈ 8 ആണ്. 8 ഡിവിസിബിൾ ബൈ 16 ആണ്. അഗെയിൻ അടുത്താരാ? 9 ഡിവിസിബിൾ ബൈ 9 ആണ്. 9 ഡിവിസിബിൾ ബൈ 18 ആണ്. ഇതിന് ഞാൻ കുറച്ച് മുകളിലോട്ട് എടുത്താൽ അടുത്ത വരിക? യെസ്, 10 ഡിവിസിബിൾ ബൈ 10 ആണ്. ദെൻ 10 ഡിവിസിബിൾ ബൈ 20 ആണ്. ഇനി ആരാ വരിക? ഇതിലെ എല്ലാരും വേണ്ടേ നമുക്ക്? ഇതിലെല്ലാരും വേണ്ടേ? ഇനി ആരാ? 11 ഡിവിസിബിൾ ബൈ 11 ആണ്. 11ൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ? 12 ഡിവിസിബിൾ ബൈ 12 ആണ്. ദെൻ 13 ഡിവിസിബിൾ ബൈ 13 ആണ്. ദെൻ 14 ഡിവിസിബിൾ ബൈ 14 ആണ്. ഇങ്ങനെ എവിടെ വരും? 20 ഡിവിസിബിൾ ബൈ 20 ആണ്. ഇത്രയും ആൾക്കാരല്ലേ അതിൽ ആ സെറ്റിലുള്ളത്. ഇതാണ് R1. ഇത് ഇനി R2 എന്താ പറയുന്നത്? R2 ഈസ് എ ബി സെറ്റ് എ ബി സച്ച് ദാറ്റ് ഐ ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബി. എ എന്ന് പറഞ്ഞാൽ ബിയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആവണം. ഓക്കെ, അപ്പോ നോക്കി അങ്ങനെയൊക്കെ എന്താണ്? ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ R1 മൈനസ് R2. ഞാനേ R2 സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നില്ല. കാരണം എന്താ? എനിക്ക് ആര് മതി? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ R1 മൈനസ് R2 മതി. R1 മൈനസ് R2 അല്ലെങ്കിൽ R1 ഡിഫറൻസ് R2 ആണത്. R1 ഡിഫറൻസ് R2 എന്ന് പറയുന്നത് R1 എന്ന് R2നെ ഒഴിവാക്കിയല്ലേ അല്ലെ? R1 ഡിഫറൻസ് R2 എന്ന് പറയുന്നത് R1 എന്ന് R2നെ ഒഴിവാക്കാം അല്ലെ? നമുക്കറിയാം എ ഡിഫറൻസ് ബി എന്താ? എയിൽ നിന്ന് ബിനെ ഒഴിവാക്കല്ലേ? അപ്പൊ R1 ഡിഫറൻസ് R2 എന്താ? R1 എന്ന് R2നെ ഒഴിവാക്കുക. അപ്പൊ ഇതിൽ ആരൊക്കെയാണോ R2 സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതിനെ ഒഴിവാക്കിയ പോരെ? എന്താ R2 വരിക? R2 എ ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബി ആയി മതി. ഓക്കെ, 1 ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 1 അല്ലേ? 1 മൾട്ടിപ്പിൾ ഓഫ് 1 തന്നെ അല്ലേ? 1 ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 ആണോ? 2ന്റെ മൾട്ടിപ്പിൾ ആണോ 1? അല്ലല്ലോ. ദെൻ 3ന്റെ മൾട്ടിപ്പിൾ ആണ് 1. അപ്പൊ അവിടെ നിന്ന് പോലല്ലോ. ദെൻ 2 ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ 2 ആണ്. കറക്റ്റ് ആണ്. എന്നാൽ 2 മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ? 4ന്റെ മൾട്ടിപ്പിൾ ആണ് 2 അല്ലല്ലോ. 2 മൾട്ടിപ്പിൾ ഓഫ് 6 ആണോ? അല്ലല്ലോ. അപ്പൊ അത് പറ്റൂലല്ലോ, അത് ഒഴിവാക്കാൻ പറ്റൂല. അടുത്ത് 3 മൾട്ടിപ്പിൾ 3 ആണ്.
പക്ഷേ 3 മൾട്ടിപ്പിൾ ഓഫ് 6 ആണോ? അല്ലല്ലോ. 3 മൾട്ടിപ്പിൾ ഓഫ് 9 ആണോ? അല്ലല്ലോ. അപ്പൊ അതൊന്നും R2 ഇല്ലല്ലോ. ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യം എന്താ, R2നെ R1 എന്ന് ഒഴിവാക്കാണ് അല്ലെ. അപ്പൊ എന്താ, A മൾട്ടിപ്പിൾ ഓഫ് B ആണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുള്ളൂ, ഇതൊന്നും ഒഴിവാക്കാൻ പറ്റൂല. 4 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, ഒഴിവാക്കാം. പക്ഷെ 4 മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്, 8ന്റെ മൾട്ടിപ്പിൾ 4 ആണോ? അല്ലല്ലോ. 4 മൾട്ടിപ്പിൾ 12 ആണ്, അതൊന്നും അല്ലല്ലോ. പിന്നെ ആരും ഒഴിവാക്കാം, ഇയാളെ ഒഴിവാക്കാം, ഇയാളെ ഒഴിവാക്കാം, ഇയാളെ ഒഴിവാക്കാം, ഇയാളെ ഒഴിവാക്കാം. ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം അല്ലെ. ഇതൊക്കെ ഉള്ളത്, ഇതൊക്കെയാണെന്ത് 20 മൾട്ടിപ്പിൾ 20 ആണ്. 14 മൾട്ടിപ്പിൾ 40 ആണ്. 13 മൾട്ടിപ്പിൾ 30 ആണ്. അത് അതായത് എയും ബിയും സെയിം ആയത് മാത്രമേ മൾട്ടിപ്പിൾ ആയിട്ട് ഈ കേസിൽ ഉണ്ടാവുള്ളൂ. പറയുന്ന ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. എ ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1 മൾട്ടിപ്പിൾ ഓഫ് 4 അല്ല, നമുക്കറിയാം. അതേപോലെ 2 മൾട്ടിപ്പിൾ ഓഫ് 8 അല്ല, 8ന്റെ മൾട്ടിപ്പിൾ 8ന്റെ മൾട്ടിപ്പിൾ അല്ല, 8 16 24 അല്ലേ, അതിൽ 2 ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊന്നും ഇതിൽ വരൂല. ആകെ 1 1 2 2 3 3 4 4 5 5 6 6 അതല്ലേ വരുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിലിപ്പോ എത്ര പേര്, ഇതിപ്പോ R1 മൈനസ് R2 അല്ലേ, ഇതിൽ എത്ര പേരുണ്ട് നോക്കി ആൻസർ ആയില്ലേ. എത്ര പേരുണ്ട് ഇവിടെ, എത്ര പേരുണ്ട് നമുക്കറിയാം. 1 to 20 20 പേരുണ്ടായിരുന്നു, അതിൽ ഒരാൾ പോയില്ലേ, ബാക്കി എത്രയാ 19. ഇവിടെയോ 2 2 2 2 10 20 എന്ന് പറഞ്ഞാൽ 10 പേരുണ്ടായിരുന്നു, അതിൽ ഒരാൾ പോയില്ലേ, ബാക്കി എത്രയാ 9. ഇവിടെയോ 2 4 5 പേര്. ഇവിടെയോ 4 പേര്. ഇവിടെയോ 3 പേര്. 2 അല്ല, ബാക്കിയോ 1 2 3 4. എത്രയുണ്ട് ടോട്ടല്? 19 28 28 5 33 37 40 42 46 ആണ് ആൻസർ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഐഡിയ യൂസ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കും.